2 ദിവസം മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഈ മോഹൻലാലും ഒക്കെ അഭിനയിച്ച എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ, അതിൻ്റെ പിറകിലുള്ള ഒരു ഇസ്ലാമിക ഹവാല ഫണ്ടിങ്, അതിനെപ്പറ്റി കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചു. പല ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ അതിൻ്റെ ഫ്ലാഷ് ന്യൂസ് കണ്ടു കാണും. ഗോകുലൻ ഗോപാലൻ്റെ ഏകദേശം 4ഓളം സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സീനിയർ ഉദ്യോഗസ്ഥരാണ് റെയ്ഡ് നടത്തുന്നത്. മനസ്സിലാക്കുക, ഈ പറയുന്ന ഗോകുലൻ ഗോപാലിനെ പറ്റി ഏകദേശം 50ഓളം പഴയ കംപ്ലൈന്റുകളുണ്ട്. അതൊക്കെ പല രീതിയിൽ ഒതുക്കി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. കാരണം ഇദ്ദേഹം പല സിനിമകളുമായിട്ട് ബന്ധപ്പെട്ടും ഫണ്ടിങ്, അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിനകത്ത് പല ഹോട്ടലുകൾ നടത്താൻ പറ്റുന്നില്ല, അവിടെയെല്ലാം ഫണ്ടിങ്, ഇതിനെപ്പറ്റിയൊക്കെ വലിയ രീതിയിലുള്ള ആരോപണം, ഇദ്ദേഹത്തിൻ്റെ മണി സൈഫനിങ്, ഇതിനെപ്പറ്റിയും കൃത്യമായ പല ആൾക്കാരും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നല്ല ഇയാൾ രക്ഷപ്പെട്ടു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന രീതി, അതെല്ലാം ഇപ്പം അന്വേഷണം ഉണ്ടാകും. കൃത്യമായിട്ട് പറയാം, ഗോകുലം ഗോപാലിൻ്റെ ഫർദറായിട്ടുള്ള ബിസിനസ്സിനെ ഈ എമ്പുരാൻ്റെ സിനിമയുടെ പിറകിലുള്ള പല ഇസ്ലാമിക ഹവാല ഫണ്ടിങ്, മിഡിൽ ഈസ്റ്റ് ബേസ്ഡ്, അതായത് ഖത്തർ ഫണ്ടിങ്, മറ്റ് പല സംഘടനകൾ, കേരളത്തിൻ്റെ സിനിമാ വ്യവസായം, മീഡിയ വ്യവസായം, ഇതിനെപ്പറ്റിയൊക്കെ പല ആവർത്തി ഇതിനെ കംപ്ലൈന്റ് പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പം എല്ലാ സീമകളും ലംഘിച്ച് ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ട് ഈ സിനിമ വരികയും ഇത് തുറന്നു കാട്ടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ സംഭവമൊക്കെ സീരിയസ് ആയി. അപ്പൊ അതിൻ്റെ പേരിലാണ് ഈ റെയ്ഡ് നടക്കുന്നത്. എനിക്കറിയാൻ സാധിച്ചത്, ന്യൂസ് 24ന്റെ ഒരു പ്രൊമോട്ടറുണ്ട്, അദ്ദേഹം ഖത്തർ ബേസ്ഡ് ബിസിനസ്സുകാരനാണ്. അയാൾക്കെതിരെ അന്വേഷണം ഉണ്ടാകും. കാരണം ഒരു മീഡിയ ഓർഗനൈസേഷന് നേരിട്ട് ഈ ഏജൻസികൾ അങ്ങനെ പോകാറില്ല പൊതുവെ. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ഗോകുലൻ ഗോപാലൻ ഈ 24ന്റെ ഒരു പ്രൊമോട്ടറാണ്, ഒരു ഇൻവെസ്റ്ററാണ്, അതേപോലെ തന്നെ ഖത്തർ ബേസ്ഡ് ഒരു ബിസിനസ്സുകാരനുണ്ട്. അപ്പൊ ഇയാൾ പല ആൾക്കാരോട് പറയുന്നു, ഇത് ഞാൻ പല ആൾക്കാരും പറഞ്ഞു കേട്ടതാണ്, ഹിയർസേ അല്ല, ഒന്ന് രണ്ട് പേരെ ഈ സോഴ്സ് കൺഫേം ചെയ്ത് പറഞ്ഞു, മോദിയെ തുരത്താൻ വേണ്ടിയാണ് 24ന് ഫണ്ട് ചെയ്യുന്നത്, ഒരു മീഡിയ ഓർഗനൈസേഷൻ ഉണ്ടാകും. ഒരു കാരണവശാലും BJP കേരളത്തിൽ വരരുത്, അതിനുവേണ്ടിയാണ് ഈ 24ന് ഫണ്ട് ചെയ്യുന്നത്. ഇത് പല ആൾക്കാരോട് ഇദ്ദേഹം പറഞ്ഞു. ഇത് ശരിക്കും മീഡിയ സർക്കിളിൽ വളരെ ഫ്ലാഷ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവം. ഇയാൾക്കെതിരെ അന്വേഷണം ഉണ്ടാകും. കേരളത്തിലെ പല സിനിമാക്കാർ, ഉറപ്പായിട്ടും പറയാം, മോഹൻലാലിനെതിരെ അന്വേഷണമുണ്ട്, ഉറപ്പായിട്ടും അന്വേഷണമുണ്ട്. അപ്പം അതിൻ്റെ ചില സംഭവങ്ങളൊക്കെ രാവിലെ ഫോണിൽ പറഞ്ഞ സംഭവം, അപ്പം അദ്ദേഹത്തിൻ്റെ ബറോസ് എന്ന് പറഞ്ഞ മൂവി, മറ്റു പല മൂവികൾ, ഇതൊക്കെ ഭയങ്കര നഷ്ടത്തിലായി. അപ്പം ഇത് നികത്താൻ വേണ്ടി ഈ ഇസ്ലാമിക ഫണ്ടിങ്ങിൻ്റെ ചാനൽ എൻറൂട്ട് ചെയ്തു. ഇപ്പം പറയുന്നൊരു സംഭവം എന്ന് പറയുന്നത്, ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇവർ ഈ പറഞ്ഞ 170 കോടിയൊന്നും ആയിട്ടൊന്നുമില്ല. ഇതൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത 170 കോടി, 180 കോടി, 200 കോടി, ചുമ്മാ പച്ചക്കള്ള. ഇതൊരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരോടും ചോദിച്ചു ഇത്ര കോടിയാവുമെന്ന്. അവരൊക്കെ പറഞ്ഞു അത്രയൊന്നും ആവത്തൊന്നുമില്ലെന്ന് പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. ഇതിന് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു ആര്? ഈ ആന്റണി പെരുമ്പാവൂര്. അത് ഏറ്റുപിടിച്ചോണ്ട് പൃഥ്വിരാജ് അതിൻ്റെ മഹത്തൊക്കെ കൂടുതലും വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം അത് സോഷ്യൽ മീഡിയ വലിയ സംഭവമാക്കി മാറ്റുന്നു, ഒരു ചർച്ചയാക്കി മാറ്റുന്നു. അതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇത്രയും പണം ഇതിനകത്ത് ചെലവാക്കി. പിന്നെ പ്രൊഡ്യൂസറായ ഒരു സുരേഷ് കുമാർ അതിനെപ്പറ്റി സംസാരിക്കുന്നു. ഇതൊക്കെ ഉണ്ടായ സംഭവങ്ങളാണ്. മലയാളത്തിൽ 170-180 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തൊരു സിനിമ എടുത്ത് എവിടെ പോയി രക്ഷപ്പെടുമെന്നായി പറയുന്നേ. പിന്നെ ഇതൊക്കെ ഒത്തിരി ടാക്സും പരിപാടികളൊക്കെ ഇല്ലയോ? ഇതൊക്കെ ചുമ്മാ അടിച്ചു വിടുന്ന കള്ളത്തരവ്. പഴയ മോഹൻലാലിൻ്റെ പല സിനിമകളുണ്ട്, ഭയങ്കര നഷ്ടത്തിൽ പോയി. ഇതെല്ലാം കൂടെ അതിൻ്റെ നഷ്ടമെല്ലാം നികത്താൻ വേണ്ടി, കാരണം പല ഇൻവെസ്റ്റേഴ്സാണ് ഇതിൻ്റെ അകത്ത് പടത്തിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽസ് എനിക്കറിയത്തില്ല, ഞാൻ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് മോഹൻലാൽ ഈ ഫണ്ട് ചെയ്യുന്ന പല അവിടുത്തെ ഏജൻസികളുണ്ട്, സ്ഥിരമായിട്ട് ദുബായിലിരുന്ന് ചർച്ച നടത്തി. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവമാണ്.
നമ്മൾ ഈ കാണുന്ന മോഹൻലാലൊന്നും അല്ല. അപ്പം ഇതൊക്കെ നടത്തിയിട്ടുണ്ട്, ഇതൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു കാരണവശാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ എമ്പുരാൻ്റെ സിനിമയ്ക്കകത്ത് ഈ പറയുന്ന ഗുജറാത്ത് കലാപമൊക്കെ അജണ്ടയുടെ ഭാഗമായിട്ട് തിരികെ കയറ്റിയതാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചില ആൾക്കാർ പറയുന്നത് ഈ മുരളി ഗോപി ഇത് ആദ്യം ഇതൊന്നും എഴുതിയില്ല, പിന്നീട് ഇത് ഉണ്ടാക്കിയെടുത്ത സംഭവം അതൊക്കെ പറയുന്നത്. ഇതിനെപ്പറ്റി യഥാർത്ഥ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം കൺഫേം ആണ്, അതിൻ്റെ ഡയറക്ടർ അഭിനേതാവുമായ പൃഥ്വിരാജ് ഈ സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ബോംബെയിലെ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ബിൽഡറുടെ കയ്യിൽ നിന്നും 30 കോടി വിലയുള്ള ഒരു ഫ്ലാറ്റ് വാങ്ങി. ഇപ്പൊ നമ്മൾ മനസ്സിലായിക്കൊണ്ട് എങ്ങനെയൊക്കെയാണ് ഇത് എൻറൂട്ട് ചെയ്യുന്നത് ഈ പണം. അതായത് മുഴുവനും വന്നിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് ഇസ്ലാമിക ഹവാല ഫണ്ടിങ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ വളരെ സീരിയസ് ആയിട്ട് ഇഷ്യൂ അങ്ങ് മാറുന്നത്. ബേസിക്കലി ഒരു ആന്റി ഇന്ത്യ അജണ്ടയായിരുന്നു. ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം ഇതിന്റെ തിരികെ കയറ്റുന്നത്. ഇതിനകത്ത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പച്ചക്കള്ളതാണ്, ചുമ്മാതാ. ഞാൻ ഈ സിനിമ കണ്ടില്ല, ചുമ്മാ പറയുന്നേ. ഇത് അജണ്ടയുടെ ഭാഗമായിട്ട് മോഹൻലാൽ ഉൾപ്പെടെ ആന്റണി പെരുമ്പാവൂർ, പ്രൊഡ്യൂസേഴ്സ്, ഇതിന്റെ നടന്മാർ, ഈ പണം കിട്ടിയവരൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവം മാത്രമാണ് ഇന്ത്യക്കെതിരെ. അതാണ് ഈ സിനിമയെന്ന് പറയാം. അല്ല വേറെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം മണ്ണാങ്കട്ട ഒന്നും ഇതിൻ്റെ അകത്തില്ല. ലെറ്റ് ഇറ്റ് ലീവ് ദാറ്റ്. ഇതെന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിൻ്റെ ഇമേജ് ഒടിക്കാൻ വേണ്ടി, തകർക്കാൻ വേണ്ടി, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇമേജ് തകർക്കാൻ വേണ്ടി, ഗ്ലോബലി തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു സിനിമയാണ് എമ്പുരാൻ. അതിന് ഇവർക്ക് ഇഷ്ടം പോലെ പണം കിട്ടി. അല്ലെങ്കിൽ ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഇവർ തന്നെ പറയുന്നു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി, കാരണം പണമില്ലാതായി. പിന്നെ വേറെ പ്രൊഡ്യൂസർ പോയി, വേറെ പ്രൊഡ്യൂസർ വന്നു. അപ്പോഴെങ്ങനെ 30 കോടിക്ക് ബോംബെയിൽ പൃഥ്വിരാജ് വീട് വാങ്ങുന്നത്? പല ചോദ്യങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഈ മോഹൻലാൽ ഈ പറയുന്ന സംഭവം എത്ര പ്രാവശ്യം അവിടെ പോയി ഈ ഇസ്ലാമിക ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കണ്ടു. ഈ ഗോകുലം ഗോപാലിൻ്റെ അവിടെ റെയ്ഡ് നടത്തിയ തമാശയൊന്നും അല്ല. അയാൾ ഇതിൻ്റെ അകത്ത് വലിയൊരു പാർട്ടാണ് ഈ സംഭവം. ഒന്നാമത് വലിയൊരു ഫിനാൻഷ്യറാണ്. ഈ ചിറ്റ് ഫണ്ടോ അത് ഇതൊക്കെ നടത്തുന്നയാളാണ്. ഇതിൻ്റെ എല്ലാ കബളിപ്പീരും അറിയാവുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന അകത്തെ ഡീറ്റെയിൽ 24-ൻ്റെ ഒരു പ്രൊമോട്ടർ, ഇയാളെ പറ്റി എങ്ങനെ എനിക്ക് ഡീറ്റെയിൽ കിട്ടുന്നത്? എനിക്ക് ഇയാളെ അറിയത്തേയില്ല. ഓരോ ഡീറ്റെയിൽ 1 by 1 ആയിട്ട് വരികയാണ്. പാവ ശ്രീകണ്ഠൻ നായർ അയാൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഗോപാലൻ്റെ ബർത്ത്ഡേ, അയാളുടെ ഗ്രാൻഡ് പിള്ളേരുടെ ബർത്ത്ഡേ, ഇത് ചുമ്മാ വെറുതെ അടിച്ചു വിടുക. ഇതിൻ്റെയൊക്കെ അജണ്ടയുടെ ഭാഗം തന്നെയാണ് ഈ മലയാളം മീഡിയ ആണെങ്കിലും മലയാള സിനിമയ്ക്കകത്ത്. അതായത് ഇസ്ലാമിക ഹവാല ടെറർ ഫണ്ട് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഉറപ്പായിട്ടും അന്വേഷിക്കണം. കാരണം ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇതൊരു ബനാന റിപ്പബ്ലിക് ഒന്നും അല്ല. ചില ആൾക്കാർക്ക് ഒരു മലയാളം ചാനൽ ഉപയോഗിച്ച് ഒരു സ്റ്റേറ്റിനകത്ത് അവിടുത്തെ പൊളിറ്റിക്സ് നിയന്ത്രിക്കാൻ സാധിക്കും എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ തെറ്റായ കാര്യമാണ്. അതൊക്കെ സംഭവം ഇത് കേട്ട പലരും ഇത് പറഞ്ഞ സംഭവം സത്യമാണ്. പുള്ളി എല്ലാവരോടും പറയാറുണ്ട്. എൻ്റെ ഒരു പ്രൊമോട്ടർ ഖത്തർ ബേസ്ഡ് ബിസിനസ്സുകാരനാണ്. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന പല ആൾക്കാരും മോഹൻലാൽ ഫാനിൻ്റെ ഒക്കെ ആൾക്കാർ പിന്നെ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഈ പറയുന്നതൊക്കെ സത്യമാണ്, ഞങ്ങൾ പറയുന്ന സത്യമല്ലെങ്കിൽ 2 ദിവസം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ സംഭവങ്ങൾ പിന്നെ ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ അതായത് ഒരു അജണ്ട, ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് മലയാളത്തിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു നടനായ മോഹൻലാൽ ഉൾപ്പെടെ അതിന് ആ റാക്കറ്റിൻ്റെ ഭാഗമാണ്. ഇതിനെ നമ്മൾ പൊളിച്ച് മാറ്റിയേ മതിയാവത്തുള്ളൂ. കാരണം ഇത് വല്ലാത്ത രീതിയിലോട്ടങ്ങ് പോവുക. അപ്പം അതിനെങ്ങനെ മാറ്റണമെന്നുള്ളത് ഈ അന്വേഷണ ഏജൻസികൾ തീരുമാനിക്കട്ടെ. അതുമായിട്ട് ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നത് ചുമ്മാ പച്ചക്കള്ളമാണ് ഇത് ബന്ധപ്പെട്ട് പറയുന്നത്. പല BJPക്കാർക്കും RSSകാർക്കും മോഹൻലാലിനെതിരെ അന്വേഷണം വരുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല? നേഷൻ ഫസ്റ്റ്. ആ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന മോഹൻലാലാണെങ്കിലും അമിതാഭ് ബച്ചനാണെങ്കിലും ഉറപ്പായിട്ടും അന്വേഷണം നേരിട്ടേ മതിയാവത്തുള്ളൂ. അതിനകത്ത് യാതൊരു കോംപ്രമൈസും പാടില്ല. അവരത്ര വലിയ സിനിമാ നടനാണെങ്കിലും അതാണെങ്കിലും ഇതാണെങ്കിലും ഇവരൊക്കെ പണമെന്ന് പറഞ്ഞങ്ങ് ആർത്തിയ അതിനെ തകർത്തേ മതിയാവത്തുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും ഡെവലപ്മെന്റ് ഉണ്ടാവുകയില്ല. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ തകർക്കുവാൻ വേണ്ടി ഇസ്ലാമിക ഹവാല ഫണ്ട് മേടിച്ച് ഈ നടത്തുന്ന മീഡിയ പ്രവർത്തനം, സിനിമാ പ്രവർത്തനം, ഇത് നിന്നേ മതിയാവും. ആരാണെങ്കിലും അത് കറക്റ്റാണ്.
അപ്പൊ അതിൻ്റെ കൂടെ ആയിരിക്കണം ഓരോ മലയാളികളും നിൽക്കേണ്ടത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്, അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് എടുത്തിടുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് ഇത് സംഭവിച്ചത്. മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. അപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി. നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.